ഇപ്പൊ പറഞ്ഞല്ലോ ഈ പൈസ എടുത്ത് കൊടുക്കാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ കടം തീർക്കണ്ടേ? ഇഡിയെ കണ്ടാൽ പേടിക്കുന്ന പ്രതിപക്ഷ നേതാവല്ല. നമസ്കാരം. കഴിഞ്ഞ 10 വർഷക്കാലത്തോളം ഏതാണ്ട് നിയമസഭ ഒരു രാജസഭയായിട്ടാണ് പിണറായി വിജയൻ കണ്ടിരുന്നത്. പിണറായി വിജയനെതിരെ എന്തെങ്കിലും ഒരു വിമർശനമോ അല്ലെങ്കിൽ ആവശ്യമായ നിർദ്ദേശങ്ങളോ എന്തെങ്കിലും ഉയർന്നാൽ അതിനെ പ്രതിരോധിക്കാൻ പിണറായി വിജയനാണ് ശരിയെന്ന് അവിടെ വരുത്തി തീർക്കാൻ അടിമകളുടെ ഒരു കൂട്ടം തന്നെ അവിടെ അണിനിരക്കുമായിരുന്നു. പിണറായി വിജയനെ പ്രതിരോധിക്കാൻ വേണ്ടി അവരെന്തു പച്ചക്കള്ളങ്ങളും എന്തു നുണകളും വിളിച്ചു പറയാൻ സന്നദ്ധരായിരുന്നു. തൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന് നാട്ടുകാരുടെ മുന്നിൽ ഉയർത്തി കാണിക്കാൻ വേണ്ടിയും നിയമസഭ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരുപാട് കള്ളങ്ങൾ, വസ്തുത വിരുദ്ധകൾ പറയാൻ വേണ്ടിയുള്ള ഇടമായിട്ട് നിയമസഭയെ മാറ്റിയിട്ടുണ്ട്. യുദ്ധക്കളമാക്കി നിയമസഭയെ മാറ്റിയിട്ടുള്ള ആളാണ്. അതിന് നേതൃത്വം കൊടുത്ത ആൾ കൂടിയാണ് പിണറായി വിജയൻ. എന്നാൽ ഇന്നലെ നിയമസഭയിൽ എല്ലാവരും മാറി മാറി പിണറായി വിജയനെ എടുത്തിട്ട് അലക്കുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണേണ്ടി വന്നത്. ജി സുധാകരൻ മുതൽ ചാത്തന്നൂർ MLA മുതൽ രമ്യ ഹരിദാസ് MLA മുതൽ VD സതീശൻ വരെയുള്ള ആളുകൾ മാറി മാറി എടുത്തിട്ട് പല വിഷയങ്ങളിലായിട്ട് തവിടു പൊടിയാക്കി കളഞ്ഞു പിണറായി വിജയനെ. എല്ലാത്തിനും കൂടെ ചേർത്ത് ഒരൊറ്റ മാസ് ഡയലോഗ് പറയാനേ പിണറായി വിജയന് കഴിഞ്ഞുള്ളൂ. അതൊരു മാസ് ഡയലോഗ് ആണെന്ന് പിണറായി വിജയൻ സ്വയം വിചാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്താണ്? കടത്തിന്റെ കാര്യങ്ങളെ പറ്റി ശ്രീ VD സതീശൻ നിയമസഭയിൽ സംസാരിച്ചപ്പോൾ നിങ്ങൾ വരുത്തി വെച്ച കടം ആര് തീർക്കും, ഇവിടുത്തെ കടം ഇത്രയാണ്, ബാക്കിയുള്ളത് ഇത്രയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് ധവളപത്രം ഇറക്കുമെന്നൊക്കെ ശ്രീ VD സതീശൻ പറഞ്ഞപ്പോൾ ധവളപത്രം എന്ന് ഉമ്മാക്കി കാണിച്ചൊന്നും ഭയപ്പെടുത്താൻ നോക്കണ്ട എന്ന് മാത്രമാണ് പറഞ്ഞത്. ഈ പിണറായി വിജയന്റെയും കൂട്ടരുടെയും കയ്യിൽ ആകെയുള്ള ഒരു ഡയലോഗ് ഭയപ്പെടുത്താൻ നോക്കണ്ട. അതിനു മുമ്പിൽ ഉമ്മാക്കി ചേർക്കും, ഓലപ്പാമ്പ് ചേർക്കും, പിന്നെന്താണ് തുരുമ്പിച്ച വാൾ ചേർക്കും. ഇതൊക്കെ ചേർത്ത് ഒറ്റ ഡയലോഗ് തന്നെ ഉള്ളൂ. അത് മാറ്റിയും തിരിച്ചും പറയുകയാണ് ചെയ്യുന്നത്. ഏതായാലും ജി സുധാകരൻ പറഞ്ഞ കാര്യം ആദ്യം എടുത്തു നോക്കാം. കേരളയിലെ കാര്യത്തിലാണ് ജി സുധാകരൻ നല്ല രീതിയിലുള്ള ഒരു വിമർശനം പിണറായി വിജയനെതിരെ ഉന്നയിച്ചത്. ലെനിന്റെ അടവ് നയത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് ലെനിനാണ്. ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോൾ 2 സ്റ്റെപ്പ് പുറകോട്ട് വെക്കണം എന്നതാണ് അടവ് നയം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പോലും ശേഷിയില്ലാത്ത ആളാണ് പിണറായി വിജയൻ. അത് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ മഞ്ഞക്കുറ്റി, കേരളത്തിന് വേണ്ടി നാട്ടിയ മഞ്ഞക്കുറ്റി അന്നേ പിണറായി വിജയൻ തന്നെ പറിച്ചെറിഞ്ഞേനെ. ഇന്നിപ്പോൾ അത് നാട്ടുകാർ പറിച്ചെറിയേണ്ടി വന്നു. അന്ന് തന്നെ താൻ ഇതിനെ എതിർത്തതാണ്. അപ്പോഴൊക്കെയും തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തി. പക്ഷേ നാട്ടുകാരത് പറിച്ചെറിയുന്ന നിലയിലേക്ക് എത്തി. അടവ് നയം എന്താണെന്ന് പിണറായി വിജയൻ അറിയില്ല. അതായത് ലെനിനും മറ്റും പറഞ്ഞ കാര്യങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറഞ്ഞ് നടന്നാൽ പോരാ. ഇതിനെക്കുറിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത ആളാണ്. കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് നിർവഹിക്കാൻ അറിയാത്ത ആളാണ്. തത്വങ്ങൾ അറിയാത്ത ആൾ തന്നെയാണ് പിണറായി വിജയൻ എന്ന് തന്നെയാണ് ശ്രീ ജി സുധാകരൻ MLA പറഞ്ഞു വെച്ചത്. ആ ലെനിന്റെ അടവ് നയം CPM മനസ്സിലാക്കിയിരുന്നെങ്കിൽ ആ മഞ്ഞക്കുറ്റി അപ്പോൾ തന്നെ അവർ തന്നെ ഊരുമായിരുന്നു. പിന്നെ ഏറ്റവും രസകരമായിട്ട് തോന്നിയത് രമ്യ ഹരിദാസ് MLA വാക്കുകളാണ്. നബിയുടെ പ്രവാചകന്റെ വാക്കുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ടാണ് അവർ പറഞ്ഞത്. ഒരു കപ്പലിൽ പരസ്പരം അടികൂടുന്നവർ ആ കപ്പലിനെ മുക്കുകയുള്ളൂ തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ, പ്രവാചകനെ ഉദ്ധരിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ ആ കപ്പലിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം, ഇതേ നിയമസഭയിൽ നിന്നുകൊണ്ടാണ് വീണ ജോർജ് കപ്പിത്താന് വേണ്ടി, ക്യാപ്റ്റന് വേണ്ടി, പിണറായി വിജയന് വേണ്ടി വലിയ രീതിയിൽ ഖണ്ഡക്ഷോഭം നടത്തിയത്. ഇതൊരു കപ്പലാണ്, ഞങ്ങൾക്കൊരു കപ്പിത്താനുണ്ട്, അതുകൊണ്ട് ഇത് ഉലയുകയില്ല. ആ കപ്പിത്താൻ മാത്രമായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്നത്. ആ കപ്പിത്താനെ മാത്രമാണ് അവരെല്ലാത്തിനും ആശ്രയിച്ചത്. കപ്പിത്താൻ പറയുന്നതിനപ്പുറം അവർക്കൊന്നുമില്ലായിരുന്നു. എന്നാൽ ഒരു കപ്പലിൽ മറ്റ് ജീവനക്കാർ കൂടിയുണ്ട്, അവർ പറയുന്നതിനും കൂടി നമ്മൾ ചെവി കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങളൊന്നും അവർക്ക് ബോധമില്ലായിരുന്നു. അടിമകളായിരുന്നു. ഒരു കപ്പിത്താന് കീഴിൽ പണിയെടുത്ത അടിമ അന്തങ്ങളായിരുന്നു ബാക്കിയുള്ള അണികളെല്ലാവരും എന്ന് പറയേണ്ടി വരും. അപ്പൊ ആ കാര്യം തന്നെയാണ് ശ്രീമതി രമ്യ ഹരിദാസ് MLA പറഞ്ഞത്. ഇതൊരു കപ്പലല്ല, ഒരു കപ്പിത്താൻ മാത്രം നിയന്ത്രിക്കുന്ന ഒരു കപ്പലല്ല ഞങ്ങളുടേത്. 102 ബോഗികളുള്ള ഒരു വിസ്മയ ട്രെയിനാണ്. ഇതിലെ യാത്രക്കാർ ജനങ്ങളാണ്. അവർക്കൊപ്പം അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ് കേരളത്തിലും ഉണ്ടായിരുന്നു സാർ. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാതെയും തെറ്റുകൾ തിരുത്താതെയും മുങ്ങിപ്പോയ ഒരു കപ്പൽ. പിണറായി വിജയനെ ഇൻഡയറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ വിമർശിച്ചു. എനിക്കത് ഇഷ്ടപ്പെട്ടു. കാരണം ഇവിടെ കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴും അവിടെ മെഗാ തിരുവാതിര കണ്ട് ആസ്വദിക്കുകയായിരുന്നു കപ്പിത്താൻ. അവിടെ കപ്പലിലെ ജീവനക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും അതിക്രമം കാണിക്കുമ്പോഴും വലിയ രീതിയിൽ അടി നടത്തുമ്പോഴും അത് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ചിരിക്കുകയായിരുന്നു കപ്പിത്താൻ എന്നാണ് പറഞ്ഞത്. കപ്പിത്താന്റെ ഒരു അശ്രദ്ധ കൊണ്ട് തന്നെയാണ് ജനങ്ങൾ ഈ കപ്പൽ മുക്കിയത്. ജനങ്ങൾ കപ്പൽ മുക്കുമെന്ന് എല്ലാവർക്കും ബോധ്യമായി തുടങ്ങിയ കാര്യങ്ങളാണ് ശ്രീമതി രമ്യ ഹരിദാസ് MLA പറഞ്ഞത്.
കപ്പലിന്റെ കേടുപാടുകൾ സൂചിപ്പിച്ചപ്പോൾ പോലും കടക്ക് പുറത്തു എന്നും മാറി നിൽക്കങ്ങോട്ട് എന്നും വീട്ടിൽ പോയി ചോദിക്കുമെന്നും ആയിരുന്നു സാർ കപ്പിത്താന്റെ മറുപടി. അതുകൂടാതെ മുഖ്യമന്ത്രി ശ്രീ VD സതീശനോട് മുൻ ധനകാര്യമന്ത്രി ബാലഗോപാലൻ പറഞ്ഞു നികുതിയിൽ നിന്നുള്ള അധിക വരുമാനം വേണ്ടെന്ന് വെക്കണമെന്ന്. അപ്പോൾ ഇതേ നിയമസഭയിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇടതുപക്ഷത്തിന്റെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിയായിരുന്ന ശ്രീ തോമസ് ഐസക് പറഞ്ഞ കാര്യമാണ് മറുപടിയായിട്ട് VD സതീശൻ പറഞ്ഞത്. അങ്ങനെ നികുതി ഒഴിവാക്കുന്ന കാര്യം, നികുതിയിൽ നിന്നുള്ള അധിക വരുമാനം ഒഴിവാക്കുന്ന കാര്യം പണ്ട് പറഞ്ഞപ്പോൾ, കോൺഗ്രസ്സുകാർ പറഞ്ഞപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് തോമസ് ഐസക് അന്ന് ധനകാര്യമന്ത്രിയായിരുന്ന ആള് പറഞ്ഞത് അങ്ങനെ ഒരു മണ്ടത്തരം ഞങ്ങൾ ചെയ്യില്ല എന്നാണ്. എന്നിട്ട് അതേ മണ്ടത്തരം ചെയ്യാൻ ഞങ്ങളോട് ആവശ്യപ്പെടുകയാണോ എന്നാണ് VD സതീശൻ ചോദിച്ചത്. എത്ര നല്ല ഉത്തരമായിരുന്നു. അതുമാത്രമല്ല, 2000 ശിഷ്ടം കോടിയാണ് സപ്ലൈകോയ്ക്ക് മാത്രം കൊടുക്കാനുള്ളത്. അതിൽ 500 കോടിയോളം രൂപയെ ഈ നികുതിയിൽ നിന്നുള്ള അധിക വരുമാനത്തിൽ നിന്ന് കൊടുക്കാൻ നിർവാഹമുള്ളൂ. ഈ സപ്ലൈകോയെ നിയന്ത്രിച്ചില്ലെങ്കിൽ, അവരുടെ കടം കൊടുത്തു തീർത്തില്ലെങ്കിൽ ഇവിടുത്തെ വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ പറ്റില്ല. സപ്ലൈകോയെ വരുതിയിലാക്കിയാൽ മാത്രമേ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ പറ്റുകയുള്ളൂ. അല്ലാതെ സർക്കാരിന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പോഴത്തെ വില നമുക്കറിയാം, സാധനങ്ങളുടെയൊക്കെ വില നിയന്ത്രിക്കാതെ നിയന്ത്രണാതീതമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. പെട്രോൾ ഡീസൽ വിലയുടെയൊക്കെ വർധനവിനനുസരിച്ച് തന്നെ സാധനങ്ങൾക്കെല്ലാം വില കൂടുതലാണ്. ഒരു ചായ കുടിക്കണമെങ്കിൽ മിക്ക കടകളിലും ഇപ്പോൾ 15 രൂപയായിട്ടുണ്ട്. സർവ്വസാധാരണക്കാരെ സംബന്ധിച്ച് ഒരു തരത്തിലും യാതൊരു നിവൃത്തിയും ഇല്ലാത്ത കാര്യമാണ്. നിങ്ങളുടെ കടം തീർക്കണ്ടേ? 2893 കോടി രൂപ നിങ്ങൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ കൊടുക്കാനുണ്ട്. അപ്പോൾ സപ്ലൈകോയിൽ കൃത്യമായിട്ട് സർക്കാരിന് ഇടപെടൽ നടത്തണമെങ്കിൽ അവരുടെ കടം തീർക്കണം. അതുപോലെ തന്നെ ആ അധിക വരുമാനം എടുത്ത്, നികുതിയിൽ നിന്ന് ലഭിക്കുന്ന അധിക വരുമാനം ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കോ ടാക്സി ഡ്രൈവർമാർക്കോ ഒക്കെ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ശതമാനം മാറ്റിവെക്കാൻ കൂടി സർക്കാർ ആലോചിക്കുന്നുണ്ട്. അതും അഭിനന്ദനാർഹമാണ്. ധവളപത്രം ഇറക്കുമ്പോൾ അറിയാം ഖജനാവിൻ്റെ അവസ്ഥ എന്നുകൂടി ശ്രീ VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആകെ എഴുന്നേറ്റ് എന്നൊരു ഡയലോഗ് അടിച്ചത്, ധവളപത്രം എന്ന ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കേണ്ടത്. ഇവർക്ക് ഒന്നിനെ പേടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനർത്ഥം ഇവർക്ക് പേടിയുണ്ടെന്നാണ്. ഇവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭയം എന്നുള്ളതാണ്. അതിനിടയ്ക്ക് നമ്മുടെ പ്രധാനമന്ത്രിയെ എവിടെയൊക്കെ അവഹേളിക്കാൻ സാഹചര്യം ഉണ്ടാകുമോ, സാഹചര്യം ഉണ്ടായില്ലെങ്കിൽ പോലും സാഹചര്യം ഉണ്ടാക്കി അവഹേളിക്കുന്ന ഒരാളാണ് ശ്രീ പിണറായി വിജയൻ. പല സമയത്തും ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് നമ്മുടെ പ്രധാനമന്ത്രിയാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്താൽ, രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് എവിടെയെങ്കിലും യാത്ര ചെയ്താൽ പോലും അദ്ദേഹത്തെ അങ്ങേയറ്റം വിമർശിക്കുകയും അവഹേളിക്കുകയും ചെയ്യും, തരം താഴ്ത്തി സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് പിണറായി വിജയൻ. അപ്പോൾ നരേന്ദ്രമോദി അമേരിക്കയുടെയും ട്രംപിൻ്റെയും ഒക്കെ വാക്കനുസരിച്ച് ആടുന്ന ഒരാളാണ്. അവരുടെ നിർദ്ദേശങ്ങൾക്ക് എപ്പോഴും രണ്ടാമതൊന്ന് ചിന്തിക്കാതെ വഴങ്ങിക്കൊടുക്കുന്ന ഒരാളാണ് എന്ന് പിണറായി വിജയൻ പറഞ്ഞപ്പോൾ അതിന് മറുപടി പറയാൻ അവിടെ BJPയുടെ MLA ഉണ്ടായിരുന്നു. ആ കാര്യം മറന്നുപോയോ എന്തോ. ഇറക്കുമതി പാടില്ല എന്ന് ട്രംപ് കൽപ്പിച്ചപ്പോൾ അതിന് കീഴ്വഴങ്ങുന്ന നിലയാണ് NDA ഗവൺമെന്റ് സ്വീകരിച്ചത്. പണ്ടത്തെ ശീലമായിരിക്കും. ഇപ്പോൾ കേന്ദ്രത്തിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ കൃത്യമായിട്ട് പറയാൻ കണക്കിനുള്ള ശേഷിയുള്ള ആളുകളാണ് BJPയുടെ MLA മാർ. അവരവിടെ ഉണ്ട്. അവരുടെ സാന്നിധ്യം മറന്നുകൊണ്ടാണോ പിണറായി വിജയൻ അത് പറഞ്ഞതെന്നറിയില്ല. കൃത്യമായിട്ട് തൻ്റെ മറുപടി പ്രസംഗത്തിൽ ചാത്തന്നൂർ MLA BB ഗോപകുമാർ അതിന് മറുപടിയും കൊടുത്തു. ED കണ്ടാൽ പേടിക്കുന്ന പ്രതിപക്ഷ നേതാവല്ല, ട്രംപിന്റെ മുന്നിലല്ല, ഏത് ലോകരാഷ്ട്രത്തലവന്റെ മുന്നിലും ഭാരതത്തിന്റെ നിലപാട് പറയാൻ കരുത്തുള്ള പ്രധാനമന്ത്രിയാണ് ഭാരതത്തിന് ഉള്ളത്. ED പേടിച്ച് അടിമകളെ മുഴുവൻ അഴിച്ചുവിട്ട് പെരയ്ക്കകത്ത് കയറി ഒളിച്ചിരുന്നത് ആരാണെന്ന് അറിയാം. അവരെ പോലെയുള്ള പേടിയൊന്നും നമ്മുടെ പ്രധാനമന്ത്രിക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ആളാം വീതം എടുത്തിട്ട് പെരുമാറുന്നതാണ് കണ്ടത്. വളരെ സന്തോഷം തോന്നി, ഒരു ആത്മസംതൃപ്തി തോന്നി. കാരണം കുറച്ചൊന്നും അല്ല നെഗളിച്ചത്. ആ സഭയുടെ പരിശുദ്ധിയെ, പവിത്രതയെ അങ്ങേയറ്റം കളങ്കമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച, നേതൃസ്ഥാനം വഹിച്ച ഒരാൾ കൂടിയായിരുന്നു പിണറായി വിജയൻ. ആ പിണറായി വിജയന് ആളുകളുടെ വായിൽ നിന്നും മാറി മാറി ഇതൊക്കെ കേൾക്കേണ്ടി വന്ന് തലകുനിച്ച് കേൾക്കേണ്ടി വന്ന ഒരവസ്ഥ ഉണ്ടാക്കിയത് കാലത്തിന്റെ കാവ്യനീതിയാണ് എന്നുകൂടി പറയാതെ വയ്യ.